ഷൊർണൂർ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് ഷൊർണൂർ. CPM-ലെ വിഭാഗീയത പൊട്ടിത്തെറിയിലെത്തി പുതിയ ചരിത്രം തന്നെ കുറിച്ച ഷൊർണൂരിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. CPM-നെ പരസ്യമായി വെല്ലുവിളിച്ച് കലാപം സൃഷ്ടിച്ച MR മുരളി പാർട്ടിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. BJP-ക്കും ശക്തിയായ അടിത്തറ ഇവിടെയുണ്ട്. BDJS-ഉം കൂടി ചേരുമ്പോൾ NDA സഖ്യം നിർണായക ശക്തിയാവുകയും ചെയ്യുന്നു. കഥ ഇതുവരെ. റെയിൽവേ നഗരം എന്ന് പറയുന്ന ഷൊർണൂരിൻ്റെ വികസന സാധ്യതകളാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP നടത്തിയ കുതിച്ചുനേട്ടവും ഇവിടെ ചർച്ചയാവുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ രൂപീകൃതമായ മണ്ഡലമാണ് ഷൊർണൂർ. പഴയ ശ്രീകൃഷ്ണപുരം, ഒറ്റപ്പാലം, പട്ടാമ്പി മണ്ഡലങ്ങളുടെ ഭാഗങ്ങൾ ചേർത്താണ് ഷൊർണൂർ മണ്ഡലം രൂപീകരിച്ചത്. നിളയുടെ സാമീപ്യവും കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ എന്ന ഖ്യാതിയും ഷൊർണൂരിന് സ്വന്തമാണ്. 2011 മണ്ഡലത്തിലെ കന്നിയംഗത്തിൽ CPM-ലെ KS സലീഖ 13,493 വോട്ടിന് കോൺഗ്രസിലെ ശാന്ത ജയറാമിനെയാണ് തറപറ്റിച്ചത്. KS സലീഖ 59,616 വോട്ട് നേടിയപ്പോൾ ശാന്ത ജയറാമിന് 46,123 വോട്ടാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി VB മുരളീധരൻ 10,562 വോട്ട് നേടി. UDF 38.35%, LDF 49.57%, NDA 8.78% വോട്ട് നേടി. അനങ്ങനടി, ചളവറ, നെല്ലായ, തൃക്കടീരി, വാണിയംകുളം, വെള്ളിനേഴി എന്നീ 6 പഞ്ചായത്തുകളും ഷൊർണൂർ, ചെർപ്പുളശ്ശേരി നഗരസഭകളുമാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഷൊർണൂർ നഗരസഭ LDF ഭരണത്തിലാണ്. ഇവിടെ BJP കോൺഗ്രസിനൊപ്പം 7 സീറ്റ് നേടി 2ാം സ്ഥാനം പങ്കിടുന്നു. 6 പഞ്ചായത്തുകളും LDF നേടി. പുതുതായി രൂപീകരിച്ച ചെർപ്പുളശ്ശേരി നഗരസഭ UDF ആണ് ഭരിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്തിൽ 3 സീറ്റ് നേടിയ BJP-യാണ് പ്രതിപക്ഷത്ത്. അനങ്ങനടി, ചളവറ, തൃക്കടീരി പഞ്ചായത്തുകളിലും BJP സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. നിലവിലെ തരംഗം അനുകൂലമാക്കിയാൽ മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാമെന്ന കണക്കുകൂട്ടലിലാണ് BDJS BJP സഖ്യം. BDJS എന്ന് പറഞ്ഞാൽ അന്നത്തെ SNDP-യുടെ ഒരു സംഘടനയല്ല. എന്നാൽ സാമൂഹ്യനീതിയും മതേതരത്വം സൂക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതിലെല്ലാ സമൂഹങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോകും. ഷൊർണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 100% വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. 5 വർഷമായി ഈ മണ്ഡലം എല്ലാ തരത്തിലും പുറകോട്ട് പോയത്. ഒന്നാമതായി ഈ തലയ്ക്ക് ഷൊർണൂരോട് ചാരിയിട്ട് ഭാരതപ്പുഴ കിടക്കണു, അപ്പുറത്ത് തൂതപ്പുഴ കിടക്കുന്നു. ഈ 2 പുഴയുടെ സൗകര്യം ഉണ്ടായിട്ടും എവിടെയും കുടിവെള്ളത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാക്കാൻ MLA-ക്ക് സാധിച്ചില്ല. ഇതുകൂടാതെ മറ്റു റോഡുകളുടെ കാര്യമാണെങ്കിൽ ഒരു റോഡ് പോലും ഇവിടെ ഈ ഷൊർണൂർ മണ്ഡലത്തിൽ ഒരു റബ്ബറൈസേഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മറ്റു റോഡുകളിലൊക്കെ പണി പുറകോട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഷൊർണൂർ മണ്ഡലത്തിലെ ഏറ്റവും നല്ല ഒരു സിറ്റിയാണ് ചെർപ്പശ്ശേരി. ആ ചെർപ്പശ്ശേരിയിൽ ഒരു കോളേജോ അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലോ ഒന്നും തന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM-ന്റെ MP രാജേഷിന് ഷൊർണൂരിൽ നിന്ന് ലഭിച്ചത് 64,559 വോട്ടാണ്. UDF സ്ഥാനാർത്ഥി സോഷ്യലിസ്റ്റ് ജനതയുടെ MP വീരേന്ദ്രകുമാർ ഇവിടെ നിന്ന് 39,180 വോട്ട് നേടിയപ്പോൾ NDA സ്ഥാനാർത്ഥി BJP-യിലെ ശോഭാ സുരേന്ദ്രന് ഇവിടെ നിന്ന് ലഭിച്ചത് 19,586 വോട്ടാണ്. ഷൊർണൂരിന്റെ സങ്കീർണമായ പോയകാല ചരിത്രമാണ് നാം പരിശോധിച്ചത്. സിറ്റിംഗ് MLA സലീഖയെ കളത്തിന് പുറത്തിരുത്തി CITU മുൻ ജില്ലാ സെക്രട്ടറി PK ശശിയെയാണ് മണ്ഡലം നിലനിർത്താൻ CPM ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭാ ഉപാധ്യക്ഷ സംഗീത പ്രമോദാണ് കോൺഗ്രസിൻ്റെ എതിരാളി. MR മുരളി വിഭാഗം ഉയർത്തിയ വിഭാഗീയത കെട്ടടങ്ങിയതും പാർട്ടി കൂടുതൽ കെട്ടുറപ്പോടെ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. പാർട്ടിയുടെ സീനിയർ നേതാവാണ് സിറ്റിംഗ് MLA സലീഖയ്ക്ക് പകരം കളത്തിലിറങ്ങിയ PK ശശി.
പട്ടാമ്പി നഗരസഭാ ഉപാധ്യക്ഷയായ സംഗീത പ്രമോദാണ് എതിരാളി. രണ്ടുപേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾ. നിളയോട് തൊട്ടുകിടക്കുന്ന നഗരമായിട്ടും ഷൊർണൂർ നഗരത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനമില്ലായ്മയും കോൺഗ്രസ് പ്രധാന പ്രചാരണായുധമാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലത്തിൽ ഏറ്റവും മോശം പ്രവർത്തനം നടത്തിയിട്ടുള്ളൊരു MLA എന്നുള്ള ഒരു പേര് സമ്മാനിച്ച ആളാണ് ശ്രീമതി കെ സലീഗ. അതിപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയല്ല. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ഒറ്റപ്പാലം മണ്ഡലം എന്ന് പറയുന്നത് പ്രതിപക്ഷ മണ്ഡലം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ. അപ്പോൾ ആ പ്രതിപക്ഷ മണ്ഡലം ആയിട്ട് പോലും ഒറ്റപ്പാലം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ 7 അയലത്ത് പോലും അടുക്കാൻ ഷൊർണൂരിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ MLA എന്ന് CP മുഹമ്മദ് MLA അന്നുള്ള കാലത്തുള്ള അന്ന് അദ്ദേഹം ഇറങ്ങിയ ഷൊർണൂരിന് പ്രദാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അതേ പ്രശ്നങ്ങൾ ഇന്നും തുടർന്നു പോവുക തന്നെയാണ്. ഏറ്റവും പ്രധാനമായി കുടിവെള്ള പ്രശ്നം. ഇപ്പോൾ ഷൊർണൂർ എന്ന് പറയുന്നത് പട്ടാമ്പി ഭാരതപ്പുഴയുടെ ഏറ്റവും അടുത്തുള്ള സമീപ മുനിസിപ്പാലിറ്റിയാണ്. തൊട്ടപ്പുറത്തുള്ള ചളവറ, അതുപോലെ അനങ്ങനടി പഞ്ചായത്തുകളൊക്കെ എല്ലായിടത്തും ഷൊർണൂർ നിയോജകമണ്ഡലം മൊത്തം കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ വേനൽക്കാലമായപ്പോൾ അവിടെ ശരിക്കും ടാങ്കറിലടക്കം വെള്ളം എത്തിച്ചുകൊണ്ട് രക്ഷയില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവിതത്തിന് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഷൊർണൂരുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ പരിചയം വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, അതായത് സാധാരണ ഒരു ജനത്തിന് ഏറ്റവും ആവശ്യം എന്താണെന്ന് കണ്ടുകൊണ്ട് പ്രവർത്തനം നടത്താനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഈ ഒരു 10 വർഷത്തെ കാലാവധിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപ്രകാരം തന്നെ ഉത്തമ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി അവഗണന നേരിടുന്ന ഷൊർണൂർ, ചെർപ്പുളശ്ശേരി നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യമൊരുക്കും. ഗ്രാമപ്രദേശങ്ങളിലടക്കം മെച്ചപ്പെട്ട റോഡുകൾ നിർമ്മിക്കും. നിളയിലെ കുടിവെള്ള പദ്ധതികൾ മണ്ഡലത്തിലെ എല്ലാ പ്രദേശത്തേക്കും എത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് BJP BDJS സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. നഗരകേന്ദ്രങ്ങളിൽ BJP നേടിയ വളർച്ചയും BDJS നേടിയെടുത്ത മെമ്പർഷിപ്പുകളും വോട്ടായി മാറിയാൽ മണ്ഡലത്തിലെ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കായിരിക്കും BDJSന് ഉണ്ടാവുക. കോൺഗ്രസിനും CPM-നുമൊപ്പം ഇപ്രാവശ്യം 3ാം കക്ഷിയായ NDAയിൽ നിന്ന് BDJS ആണ് ഇവിടെ മത്സരത്തിനിറങ്ങുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ഷൊർണൂരിൽ തള്ളിക്കളയാനാവില്ല. കമ്മ്യൂണിറ്റി ടിവിക്ക് വേണ്ടി ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നും AT നാരായണൻ. വിഭാഗീയത അവസാനിപ്പിച്ചതിൻ്റെ ഊർജ്ജസ്വലത CPM-ന് അവകാശപ്പെടാമെങ്കിലും കോൺഗ്രസിൻ്റെ യുവതാരം അവർക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. BJP BDJS സഖ്യം രംഗം സങ്കീർണമാക്കുകയും ചെയ്യുന്നു. ഫലം എന്താവുമെന്ന് കണ്ടറിയാം. പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പോൾ ഡയറിയുടെ യാത്ര അടുത്ത ദിവസവും തുടരും.